ആ വണ്ടി കാണുന്ന ഒരാള്, കാണുന്ന വണ്ടിയായിട്ട് ഉപയോഗിച്ച് കാണുന്ന ഒരാൾക്ക് ഇതൊരു അപകടത്തിലുണ്ടായ മരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിക്കുള്ളൂ. ആ ഫ്രണ്ട് റേഡിയേറ്റർ പോലും പൊട്ടി പുറകിലേക്ക് പോയിട്ടില്ല. വണ്ടിയുടെ ഒരു എഞ്ചിൻ ഫൗണ്ടേഷൻ പൊട്ടിയിട്ടില്ല. ആ ഗ്ലാസ് ഇപ്പോഴും ടിൽറ്റായിട്ടായിരിക്കുന്നത്. പുള്ളിക്കാരത്തി എന്തോ കോമാ സ്റ്റേജിലൊക്കെ അന്നൊക്കെ ആരൊക്കെ പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞവരെ പിടിച്ച് ചോദ്യം ചെയ്യിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അവര് MACT കോടതിയിൽ വന്നതിന്റെ വീഡിയോ പലരും എടുത്തു വെച്ചിട്ടുണ്ട്. പുറത്ത് വിടാത്തത് അവര് കോടതിയിൽ വന്ന രീതിയും പോണ രീതിയൊക്കെ പലരും വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മരിച്ചിട്ട് 5 വർഷം വരെ ധ്യാനിച്ചിരിക്കണം ഒരാളെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഈ 5 വർഷമായിട്ടും പുള്ളിക്കാരത്തേക്ക് പ്രതികരിക്കാറുന്നു. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് പറയാൻ പാടില്ലേ, സോബി വെറുതെ പറഞ്ഞാന്ന് പറയാൻ പാടില്ല, ഞാൻ വണ്ടിയിൽ ഉണ്ടായിരുന്നെന്ന് അവർക്ക് പറയാൻ പാടില്ലേ? ഇനി അഥവാ അവർക്ക് അങ്ങനെയൊക്കെ ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണേ എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ? അവരുടെ ഭർത്താവും കൊച്ചുമല്ലേ മരിച്ചത്. നമസ്കാരം. പ്രശസ്ത വയലിനിസ്റ്റ് ശ്രീ ബാലഭാസ്കർ മരണപ്പെട്ടിട്ട് 5 വർഷങ്ങൾ പിന്നിടുന്നു. അതോടൊപ്പം അപകട മരണത്തെ തുടർന്ന് നിരവധി അന്വേഷണങ്ങൾ പോലീസ്, ക്രൈംബ്രാഞ്ച്, CBI എന്നീ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഒടുവിലെല്ലാം ചെന്നെത്തിയത് അപകട മരണം എന്നുള്ള ഒരു കാര്യത്തിലേക്കായിരുന്നു. പക്ഷേ അപകടത്തെ തുടർന്നല്ല അദ്ദേഹം മരണപ്പെട്ടത് എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ അടക്കം കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായ അന്വേഷണം വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇപ്പോൾ അന്നു മുതൽ ഇന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിലെല്ലാം തന്നെ ഈ കേസിനെ തൊട്ടു പിന്നാലെ ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ തന്നെയാണ് കലാഭവൻ സോബി എപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ബ്രെയിൻ മാപ്പിംഗ് ഉൾപ്പെടെയുള്ള എല്ലാവിധ കുറ്റാന്വേഷണ സങ്കേതങ്ങളോടും പൂർണ്ണമായി സഹകരിക്കുമെന്ന് തന്നെയായിരുന്നു അദ്ദേഹം അറിയിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അന്ന് കേസ് അന്വേഷിച്ച CBI അദ്ദേഹത്തിന്റെ വാക്കുകളെ മുഖവിലേക്കെടുത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ പുനരന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കും അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കും ഏറെ പ്രസക്തിയുണ്ട്. അദ്ദേഹവുമായി ഞാൻ നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണമാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. നമുക്കതൊന്ന് കാണാം. ചേട്ടാ, ഞാനിപ്പം വിളിക്കുന്നത് നമുക്കിപ്പം ബാലുചേട്ടന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടൻ ഉയർത്തിക്കൊണ്ടുവന്ന കുറേയധികം സംശയങ്ങൾ ഇപ്പം വീണ്ടും ഇപ്പം ഒരു അന്വേഷണത്തിന് ഹൈക്കോടതി നേരിട്ട് ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് ചേട്ടൻ ഇപ്പോൾ നോക്കിക്കാണുന്നത്? ആ ഒരു സംഭവത്തെ, ഹൈക്കോടതി ആ ഒരു തീരുമാനത്തെ, 21 സംശയങ്ങൾ കോടതി ഉയർത്തിയിരിക്കുന്നു. ഈ ഒരു 21 സംശയങ്ങൾ ഉയർത്തിയിരിക്കുന്നു. കോടതി പുതിയതായിട്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പൊ അതില് ആദ്യം തന്നെ ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ സംശയങ്ങളല്ല ശരിക്കും പറഞ്ഞത്, ഞാൻ കണ്ട കാര്യങ്ങളാണ് പൊതുജനത്തോടും മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നത്. അത് ഈ CBIക്കാര് അത് മുഖവിലയ്ക്ക് എടുത്തില്ല. ഞാൻ പറഞ്ഞ കള്ളമാണെന്നും പറഞ്ഞുകൊണ്ട് അവര് CJMല് കള്ളരേഖകളൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും കോടതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആ കേസ് അന്ന് നമുക്ക് തിരുവനന്തപുരത്ത് CJM കോടതി ഞങ്ങൾക്ക് എതിരായിട്ട് വിധി വന്നത്. പക്ഷെ നേരെ മറിച്ച് അത് ഹൈക്കോടതിയിലേക്ക് വന്നപ്പോഴത്തേനും എന്റെ ആ അഭിഭാഷകനായ രാമകർത്ത സാറിന് അത് നന്നായിട്ട് കോടതിനെ കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും കോടതിക്ക് അത് ജെന്യുവനാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പൊ പുനരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതെ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ അവിടെ അടുത്തൊരു പമ്പില് നിൽക്കുകയായിരുന്നു. പമ്പില് അവിടെ രാത്രി കിടന്നു. രാവിലെ എണീറ്റപ്പോൾ അവിടെ ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് ചേട്ടൻ കണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. CBIക്ക് കൊടുത്ത മൊഴിയിലും അതുണ്ട്. ചേട്ടൻ പൊതുവിലല്ലാതെ എല്ലാ മാധ്യമങ്ങളിലോടും ഈ കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ ബാലഭാസ്കർ സഞ്ചരിച്ചു വന്ന ആ വണ്ടിക്ക് നേരെ തന്നെയാണ് ആക്രമണം നടന്നത് എന്ന് ചേട്ടൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കൊല്ലത്തൊരു ജ്യൂസ് കടയിൽ നിന്ന് ഇവർ ഒരുമിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കറിന്റെ ഭാര്യ മുൻ സീറ്റിലും ഇദ്ദേഹം പിൻ സീറ്റിലുമായിരുന്നു. ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തോ പിൻ സീറ്റിലേക്ക് ഇരിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുള്ളത്. അതായത് ഇദ്ദേഹത്തിന്റെ ഇഷാൻ ദേവിന്റെ ഭാര്യ ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മ്യൂസിക് ഡയറക്ടർ. അതായത് ലക്ഷ്മിയായിട്ട് നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു വിവരം ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ ബാക്ക് സീറ്റിലായിരുന്നു ബാലഭാസ്കർ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ചേട്ടൻ കൃത്യമായി കണ്ടിരുന്നു ഇത് ഈ ആക്സിഡന്റിന് തൊട്ടു മുമ്പായി ഇത് അറ്റാക്ക് ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടിരുന്നു എന്നുള്ളതാണ്.
അതിന് ഒരു ചെറിയ സമയം തന്നെ പറയാനായിട്ട് മറുപടി. തീർച്ചയായും. അതില് ഒന്നാമത്തെ കാര്യം പറഞ്ഞ ഈ വണ്ടി തന്നെയാണ് ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതിന് കാരണത്തിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പമ്പിൽ കിടന്ന് വിശ്രമിക്കുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഈ ഇന്നോവയുടെ പുറകിലത്തെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്നത് ഞാൻ കണ്ടാണ്. അതിന് വേറെ ഒരു ദൃക്സാക്ഷികളും ആ വണ്ടി അപകടം നടന്ന സ്ഥലത്ത് ബാക്കിലെ ഗ്ലാസ് പൊട്ടി എങ്ങനെയാണെന്ന് ആരും പറയണില്ല. അത് പൊട്ടിച്ചതിന് ഒരു അവകാശം ഇത്രയും നാളായിട്ട് വന്നിട്ടുമില്ല. ഈ 5 വർഷത്തിനിടയ്ക്ക് വന്നിട്ടില്ല. അപ്പൊ അത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കല്ലോ. അത് തന്നെയാണ് സത്യം. പിന്നെ ഇപ്പൊ ഏതൊരു മ്യൂസിക് ഡയറക്ടറുടെ പേര് പറഞ്ഞില്ല, അയാൾ ഉണ്ടായിരുന്ന വണ്ടിയല്ല, അല്ലെങ്കിൽ അയാൾ ജ്യൂസ് കടയിൽ ഉണ്ടായിരുന്നു ഇത്ര കൃത്യമായിട്ട് പറയാനായിട്ട്? അതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കാം? അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് ഇഷാന്ത് ദേവ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ലക്ഷ്മിയുമായി, അതായത് ബാലഭാസ്കറിന്റെ ഭാര്യയുമായി നടത്തിയ ഒരു സംസാരത്തിൽ നിന്നും അവര് പിന്നീട് ഏതോ ഒരു സോഷ്യൽ ചാനൽ, ഒരു യൂട്യൂബ് ചാനൽ അനുവദിച്ച ഒരു ഇന്റർവ്യൂവിലാണ് ഈ വിവരങ്ങൾ പുറത്തു പറഞ്ഞത്. അല്ല. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഒരു കാര്യം പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ആദ്യം അർജുൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അർജുന്റെ മൊഴി ഫസ്റ്റ് കിടക്കുന്നത് ഹോസ്പിറ്റലിൽ കൊടുത്തേക്കുന്ന മൊഴി ബാലഭാസ്കർ വണ്ടി കൊടുത്തേക്കണത്. ആ മൊഴി പിന്നെ തിരുത്തി. അതെന്തുകൊണ്ടാണ് അർജുനൻ തിരുത്തിയെന്നുള്ള കാര്യത്തിന് ഒരു വ്യക്തത വരുത്തണം അങ്ങനെയാണെങ്കിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ലക്ഷ്മി CBIക്ക് കൊടുത്ത മൊഴിയിൽ പറഞ്ഞ ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് ഒന്നും ഓർമ്മയില്ലായിരുന്നു എന്നാ പറഞ്ഞത്. ഉറങ്ങിപ്പോയിന്ന് തന്നെ CBIക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കയ്യിലും വക്കീലിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇവർ കൊടുത്തേക്കുന്ന CBIക്ക് കൊടുത്തേക്കണ മൊഴി. അതിനകത്ത് ഇറങ്ങുന്ന ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ച ശേഷം എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല, ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കണതാണ് ഓർമ്മയെന്നാ പറഞ്ഞത്. ഈ പറഞ്ഞ അതേ ലക്ഷ്മിയാണ് ഒരു 3 മാസം മുമ്പ് തിരുവനന്തപുരം CJM കോടതിയിൽ MACT കേസ്, വണ്ടി ആക്സിഡന്റ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൊഴി പറയാൻ വന്നപ്പോൾ പറഞ്ഞത് വണ്ടി അമിത സ്പീഡായിരുന്നു. അർജുനോട് ഞാൻ പറഞ്ഞിരുന്നു വണ്ടി പയ്യെ ഓടിക്കാൻ പറഞ്ഞിരുന്നു, എന്നിട്ട് ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് വണ്ടി പോയി ഇടിച്ചെന്ന് അവർ മൊഴി പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ 2 മൊഴിയായത്? അപ്പൊ ആ 2 മൊഴിയായതിന്റെ ഒരു കാരണമുണ്ട്. ഒന്ന് CBIക്ക് കൊടുക്കുമ്പോൾ കേസ് എങ്ങനെയാവും അറിയാൻ പാടില്ലാത്ത കാരണം അവരാ ഉള്ള കാര്യം അതേമാതിരി പറഞ്ഞു, ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പറഞ്ഞു. രണ്ടാമത് ഇവർ മൊഴി ഇവിടെ വന്നപ്പോൾ അർജുന വണ്ടി ഓടിച്ചെന്ന് പറയുന്ന സമയത്ത് നമ്മൾ താഴെ കോടതിയിൽ കേസ് തോറ്റു നിൽക്കുക. പുനരന്വേഷണം വേണ്ട എന്ന് CJM കോടതി പറഞ്ഞേക്കുക. ഈ കേസിൽ പുനരന്വേഷണം വേണ്ട, അപകട മരണമാണെന്ന് സ്ഥാപിച്ചേക്കുക. അതേ കോടതിയിൽ തന്നെയാണ് ഇവർ വന്നിട്ട് മൊഴി പറഞ്ഞത്. അപ്പൊ പിന്നെ കേസ് നിലനിൽക്കണില്ലല്ലോ. ആ സമയത്താണ് അവർ ധൈര്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ ഈ പുനരന്വേഷണം വരുമെന്ന് ഇവരാരും സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അപ്പൊ ഇനി വന്ന ഏജൻസിയോട് ഇവർ തന്നെ പറയണം എന്തിനു വേണ്ടിയാണ് ആദ്യം ഈ CBIക്ക് തന്ന മൊഴിയിൽ ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ച ശേഷം ഞാൻ ഉറങ്ങിപ്പോയി ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ഉണർന്നത്, വേറൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞതും ഈ MACT കോടതിയിൽ എന്തിനാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള മൊഴി കൊടുത്തതെന്ന് ഇവർ പറയണം. അല്ലാണ്ട് ഈ മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞവർ ഇവരൊക്കെ എന്തെങ്കിലും ഈ നാട്ടിൽ സാധാരണ ഒരാൾ മരണപ്പെട്ടാൽ തന്നെ പ്രതിഷേധവും അന്വേഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് ഇത്രയും ആൾക്കാർ, ഇവര് 5 കൊല്ലം എന്നെ ക്രൂശിച്ച ആൾക്കാരാണ് ഇയാളൊക്കെ അന്നൊരു ചാനലിൽ വന്നിരുന്നു പറഞ്ഞാണ് ഞാൻ തട്ടിപ്പാറിനാണ് അയാൾ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നത്. അവന്റെ എന്താണ് ഞാൻ തട്ടിച്ചതെന്ന് എനിക്കറിയാമല്ല. അവനൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് പോലും ഇപ്പോഴാണ് ഞാൻ അറിയണത്. അതെന്തോ ആയിക്കോട്ടെ, അതിലേക്കൊന്നും ഞാൻ കിടക്കണമെന്നില്ല. പക്ഷെ അവരൊക്കെ എന്തിനാണ് എന്നെ എതിർക്കുന്നത്? ഇപ്പൊ കോടതി സത്യം പറഞ്ഞപ്പോ എന്തായി? ഇവർക്ക് വായടഞ്ഞു പോയോ? എന്തായി? ഇവരൊക്കെ ഈ ബാലുവിന്റെ കൂടെ നടന്ന് ബാലുവിനെ കൊണ്ട് ജീവിച്ചു പോയവര് പലരും ഉണ്ട് ഈ കൂട്ടത്തില്, ഈ പറഞ്ഞവരും ഉൾപ്പെടെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവര് ഇതിനു വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ചെയ്യുക, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാത്ത. ഇപ്പൊ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്ര അനുകൂലമായിട്ടൊരു വിധി, ഇതിൽ സംശയം ഉണ്ടെന്ന് തന്നെ പറഞ്ഞിട്ട് വിധി വന്നപ്പോ എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോഴും മിണ്ടാണ്ടിരിക്കുന്നത്? അപ്പൊ ഇവരിലേക്കൊക്കെ എത്തൂല്ലേ ഈ കാര്യങ്ങൾ? അല്ലെങ്കിൽ ഇവരൊക്കെ കൂട്ടത്തോടെ അറിഞ്ഞിട്ട് ബാലുവിനെ ചതിച്ചാണോ? അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടവർ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏജൻസി അന്വേഷിക്കും. കഥ മാറും, ഇനി ഉറപ്പായിട്ടും മാറും. തീർച്ചയായിട്ടും അതല്ല അന്വേഷണ പരിധി വരുന്നത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു കൊല്ലത്തുനിന്ന് വരുന്ന വഴിയിൽ, അതായത് വാമനപുരം ആ ഭാഗത്തേക്ക് വണ്ടി അപകടം നടന്ന ആ ഭാഗത്തേക്ക് എത്തുന്നതിന് മുൻപായിട്ട് തന്നെ വാഹനം അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത്രയും വലിയൊരു അറ്റാക്ക് അവിടെ ഈ വാഹനത്തിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്ന അടക്കമുള്ള ഒരു ആക്രമണം അവിടെ വെച്ച് കൺമുമ്പിൽ വെച്ച് ചേട്ടൻ കാണുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഉറക്കത്തിലിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഒന്ന് ഞെട്ടി ഉണരും ഈ സംഭവങ്ങൾ റോഡിൽ നടക്കുന്ന സമയത്ത്. പക്ഷെ എന്നിട്ട് പോലും ഈ ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കരന്റെ ഭാര്യ തന്നിരിക്കുന്ന മൊഴിയിൽ അവര് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് കാര്യങ്ങൾ അറിഞ്ഞതെന്ന് പറയുന്നു. അപ്പൊ ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ലോജിക്ക് അനുസരിച്ച് ചിന്തിക്കുമ്പോൾ തെറ്റ് തോന്നുന്ന അല്ലെങ്കിൽ സംശയം തോന്നുന്ന എന്തെങ്കിലും ഉള്ളതായിട്ട് ചേട്ടന് മനസ്സിലാവുന്നുണ്ട്? അല്ല, അത് ഇതെന്താന്ന് പറഞ്ഞാല് നമ്മൾ ബാലഭാസ്കർ കേസ് അന്വേഷിച്ച് പോകുമ്പോഴേ ഒരു കേസ് ഒന്ന് പറഞ്ഞ് അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ അവിടുന്ന് അടുത്ത കേസിലേക്കാണ് ശരിക്കും അത് പോണത്, ദുരൂഹത പോണത്. ഇത് തെളിയിക്കേണ്ട ആൾക്കാരൊക്കെ CBIക്കാരാ. അതേമാതിരി ഞാൻ ആ പമ്പിൽ കിടക്കുന്നത് ഞാൻ കൃത്യമായിട്ട് CCTVയുടെ ക്യാമറയുടെ മുമ്പിലാണ് ഞാൻ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മൊഴി എടുക്കാനായിട്ട് വന്നപ്പോൾ CBIക്കാർ അതിന്റെ ഓണറോട് വിളിച്ച് ഇവിടെ എത്ര നാളായിട്ട് ക്യാമറ ഉണ്ടെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു തന്നെ ഞങ്ങൾ ക്യാമറ ഇവിടെ വെച്ചിട്ടേ ഇല്ലാന്ന്. അപ്പൊ ആ കേട്ടോണ്ട് ആ പരിസരവാസിയായിട്ടുള്ള ഒരാൾ എന്നെ പയ്യെ പുറകോട്ടേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇവിടെ ക്യാമറ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച ആരോ അയച്ചുകൊണ്ട് പോയതാ,
ചേട്ടൻ ബാക്കി പോയേക്കാം, എൻ്റെ കേബിൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുറകെ ചെന്ന് നോക്കിയപ്പോൾ കേബിൾ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന അന്വേഷണ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ അവിടെ കേബിൾ കിടപ്പുണ്ട്, ഇവർ വെറുതെ പറഞ്ഞാന്ന് തോന്നോട്ടോ എന്ന് പറഞ്ഞു. അതിനൊക്കെ ഞങ്ങൾ തെളിവ് എടുത്തിട്ടുണ്ടെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ പറയുന്നത് അവരവിടെ CCTV വെച്ചിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ ഒരു രേഖ ഉണ്ടാവില്ല. ഒരു പമ്പിൽ CCTV വെച്ചാൽ അതിൻ്റെ പിന്നെ ഇത് പേയ്മെന്റ് കൊടുത്തേക്കണതിനൊക്കെ ബാങ്ക് അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ ദുരൂഹമായിട്ട് തന്നെ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രാമകർത്ത സാറ് ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പമ്പിൽ CCTV ഉണ്ടായിരുന്നു കലാപം സോബി പറഞ്ഞു. അത് പമ്പുകാരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരത് വിശ്വസിച്ചു. അവിടുത്തെ അവരുടെ രേഖകളോ ബാങ്ക് ഡീറ്റെയിലോ ഒന്നും പരിശോധിക്കാൻ ഇവർ തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കോടതി മെൻഷൻ ചെയ്തിട്ട് തന്നെ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പം ചേട്ടൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അവിടെ വെച്ചൊരു അറ്റാക്ക് നടത്തുന്നുണ്ട്. ചേട്ടൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹം മരിച്ചിരിക്കുന്നത് അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ മരണം സംഭവിച്ചിരിക്കുന്നു, അല്ലെ മരണ കാരണം ആക്സിഡന്റ് അല്ല എന്ന് ചേട്ടൻ പലപ്പോഴായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ അതിനെ ഞാൻ പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലഭാസ്കർ പിന്നെ മൃതപ്രായനാക്കിയ ശേഷമാണ് ഹോസ്പിറ്റലിൽ ചെന്നേക്കണത്. അപ്പൊ അതിന്റെ ആ 23 ടൈപ്പ് ഒടിവുകളും മുറിവുകളും ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ ഇതിന്റെ ഒന്നുകൂടി പുനരന്വേഷണം വരുമ്പോഴത്തേനും അതിൽ അപകടത്തിൽ തന്നെ ഉണ്ടായതാണോ ഇല്ലെന്നൊക്കെ തെളിയാം. പിന്നെ കോടതി അതിനകത്ത് ചോദിച്ച മെയിനായിട്ട് ചോദിച്ചൊരു വേറൊരു കാര്യമുണ്ട്. കോടതി അത് ശക്തമായിട്ട് തന്നെ ഉന്നയിച്ച കോടതി പറഞ്ഞു അർജുൻ സീറ്റ് ബെൽറ്റ് ഇടാതെ ഇരുന്നാണ് വണ്ടി ഓടിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഇടാണ്ട് വണ്ടി ഓടിച്ച ഒരാൾക്ക് പറ്റിയ പരിക്ക് നിസ്സാരമാണ്. ബാക്കി കിടന്ന് ഉറങ്ങിയ ആൾക്ക് ഇത്രയും ഗുരുതരമായ പരിക്ക് പറ്റുന്നത് എങ്ങനെ? കോടതിയുടെ ചോദ്യമാണത്. കോടതിയുടെ ചോദ്യമാണ്. ലക്ഷ്മി സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു, ലക്ഷ്മിക്ക് നിസ്സാര പരിക്ക്. ഓക്കെ, അർജുൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായില്ല, അർജുനന് നിസ്സാര പരിക്ക്. ബാലഭാസ്കർ പുറകെ കിടന്ന് ഉറങ്ങിയ ആൾക്ക് ഭയങ്കര പരിക്ക്. ഇതെങ്ങനെ സംഭവിക്കുന്ന കോടതി ചോദിക്കണത്? നമ്മളെല്ലാം വണ്ടി ഉപയോഗിക്കണവരല്ലേ? നമുക്ക് പുറകെ കിടന്ന് ഉറങ്ങുന്ന ഒരാൾ 23 കാരണമായ മുറിവ് കൊണ്ട് മരിച്ചു എന്ന് വിശ്വസിക്കണം. അത് ഇന്നോവ പോലുള്ള ഒരു വണ്ടിയിൽ സഞ്ചരിച്ചിട്ട് എങ്ങനെ നമ്മൾ വിശ്വസിക്കുക? പിന്നെ ബാക്കിയിലെ ഗ്ലാസ് പൊട്ടിയത് അത് ഇന്ന് വരെ ഈ 5 വർഷത്തിനിടയ്ക്ക് ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളെ പൊട്ടിച്ചെന്ന്. ബാക്കി ഗ്ലാസ് പൊട്ടിച്ച ആൾക്കാർ എടുത്തു എന്നൊക്കെ വന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ ഈ 5 വർഷത്തിനിടയ്ക്ക് ഇവരാരും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്തായിരിക്കും അതിനകത്ത് ദുരൂഹത തന്നെയല്ലേ നമുക്ക് മുന്നോട്ട് പോവുള്ളൂ, ചിന്തിച്ചോണ്ട് മുന്നോട്ട് പോവുള്ളൂ. അതെ ചേട്ടാ, ഞാൻ ആ കാറ് കാണുന്ന സമയത്ത് നമ്മൾ ആ കാറിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം കാറിന്റെ ക്യാബിൻ തകർന്നതായിട്ട് നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നില്ല. ഫ്രണ്ട് ഗ്ലാസ് ചെറിയ പൊട്ടലുണ്ടെന്നുള്ളതല്ലാതെ അകത്തേക്ക് ഒരു ഇമ്പാക്ട്, ആ ഒരു ഇടിയുടെ ആഘാതം അകത്തേക്ക് ഉണ്ടായതായിട്ട് കാണുന്നില്ല. ഈ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലിരുന്ന 2 പേരും രക്ഷപ്പെടുകയും ചെയ്തു, പുറകു സീറ്റിലിരുന്ന ഒരാൾ മരിക്കുകയും ചെയ്തു. ഒരു കുഞ്ഞ് മരിച്ചു. അത് ആ ആക്സിഡന്റിന്റെ ഇമ്പാക്ട് കൊണ്ട് ആ കുഞ്ഞ് മരണപ്പെട്ടു. ബാലഭാസ്കർ അങ്ങനെ മരണപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ചിന്തിച്ച് നോക്കുമ്പോൾ ഇതിനകത്തൊരു കൊലപാതകത്തിന്റെ ആസ്പെക്ട് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പൊ മാസ്റ്റർ പറഞ്ഞാണ് കറക്റ്റ്. ആ വണ്ടി കാണുന്ന ഒരാള്, കണ്ണുന്ന വണ്ടിയായിട്ട് ഉപയോഗിച്ച് കാണുന്ന ഒരാൾക്ക് ഇതൊരു അപകടത്തിലുണ്ടായ മരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിക്കുള്ളൂ. കാരണം ആ വണ്ടിയുടെ ഒന്ന് ഇനി എപ്പോഴും ചെല്ലുമ്പോൾ നോക്കി ആ ഫ്രണ്ട് റേഡിയേറ്റർ പോലും പൊട്ടി പുറകിലേക്ക് പോയിട്ടില്ല. വണ്ടിയുടെ ഒരു എഞ്ചിൻ ഫൗണ്ടേഷൻ പൊട്ടിയിട്ടില്ല. ആ ഗ്ലാസ് ഇപ്പോഴും ടിൽറ്റായിട്ടായിരിക്കണത്. ഇത്ര വർഷമായിട്ട് ഗ്ലാസ് പൊട്ടി താഴേക്ക് പോയിട്ടില്ല, ടിൽറ്റായിട്ടായിരിക്കണേ. അപ്പൊ ഇങ്ങനെ ഇത്രയും ഒരു ഇടിച്ച ഒരാൾക്ക്, ഈ ഫ്രണ്ടിൽ ഇരുന്ന ആൾക്ക് നിസാര പരിക്കും, പുറകെ കിടന്നവരൊക്കെ 1 2 അല്ല 23 ഒടിവുകളാണ് ഉള്ളത്. മരണകാരണം അവർ എഴുതണം 23 ഒടിവുകളാണ് എഴുതിയേക്കണം. അതെങ്ങനെയാ വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞ ഈ അറ്റാക്കിന് പ്രസക്തി അവിടെ ഉണ്ടാവുന്നത്. ഇവരെ മൃതപ്രായനാക്കി എന്ന് ഞാൻ പറഞ്ഞത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രസക്തി ഉണ്ട്. പിന്നെ ഇവര് പറഞ്ഞ ടൈമിങ്, വണ്ടി ഓടിപ്പോയി വന്നു എന്ന് പറഞ്ഞ 94 കിലോമീറ്റർ സ്പീഡിലാണ് അവർ ചാലക്കുടിയിലെ ഒരു CCTV അല്ല മറ്റേ ക്യാമറയിൽ കാണുന്നത്. അപ്പൊ ചാലക്കുടിയിൽ നിന്ന് ഇവിടെ വരെ എന്തായാലും 94 കിലോമീറ്റർ അല്ലെങ്കിൽ 95 കിലോമീറ്റർ ഒരുമിച്ച് പോയില്ല. ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ 100ലേക്ക് പോയിട്ടുണ്ടാവും, ചില സമയത്ത് ചിലപ്പോൾ 80ലേക്ക് വന്നിട്ടുണ്ടാവാം. അങ്ങനെ കൂടി കുറഞ്ഞിരിക്കാം. പക്ഷെ ഒരിക്കലും 80 താഴേക്ക് പോയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിലും വണ്ടി സമയം ജ്യൂസ് കടയിൽ അവർ നിർത്തിയെന്ന് പറയണ ഒരു ടൈം കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സമയമായിട്ട് ഒരു അരമണിക്കൂർ വ്യത്യാസം കണക്ക് കൂട്ടുമ്പോൾ ടൈമിങ് കാണുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞ സമയം വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് അവിടെ അരമണിക്കൂറിന്റെ അടുത്ത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ കാഴ്ചയും കറക്റ്റായിട്ട് തന്നെ വരും. അതൊക്കെ കൃത്യമായിട്ട് രാമകർത്ത സാർ കോടതിനെ കൃത്യമായിട്ട് ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ CBIയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ CBIക്കാർ അത് നമ്മൾ എന്ത് പറഞ്ഞാലും അവരില്ല. ഇപ്പൊ നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചില്ലേ, ഈ കാര്യം വേറെ ആരെങ്കിലും ചെന്നിട്ട് നാളെ പറയണം CBIയോട് പറയണം സോബി ഇങ്ങനെ ഒരു ചാനലുകാരായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് CBI അറിയാം, സോബി ഉമ്മ പറയണേന്ന് പറയും. അതാണ് CBI. ഒരു സംശയം ചേട്ടാ, ഇപ്പൊ കാര്യം ചേട്ടൻ ഇത്രയും കാര്യമായിട്ട് അന്ന് തന്നെ ചേട്ടൻ ഇതിനെ കുറിച്ച് സംശയം വന്നിട്ടുണ്ടായിരുന്നു. അന്നൊരു വണ്ടി തിരിച്ച് കൊല്ലം ഭാഗത്തേക്ക് അതിവേഗതയിൽ പോകുന്നതായിട്ട് കണ്ടിരുന്നു.
അവിടെ ഒരു സംഘർഷം നടന്നതായിട്ട് കണ്ടിരുന്നു. ആയുധങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് CBI പോലെ ഒരു സെൻട്രൽ ഏജൻസി, ഒരു കേന്ദ്ര ഏജൻസി വന്നിട്ട് ഇതിനെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഈ ഒരു അന്വേഷണം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചെടുക്കുന്ന പോലെ രീതിയിൽ ഇത് ഒരു അപകട മരണമാക്കി ക്ലോസ് ചെയ്തതിന് കാരണം എന്തായിരിക്കാം? അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഇതിന്റെ സ്വർണ്ണക്കടത്ത് കേസ് നടക്കുന്ന സമയത്ത് DRI എന്നെ ഒന്ന് വിളിപ്പിച്ചു. ഈ കേസ് ബാലഭാസ്കർ കേസുമായിട്ട് ബന്ധപ്പെട്ടല്ല, അന്ന് അവിടെ കണ്ടതിൽ ആരെങ്കിലും ഇതിലുണ്ടോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ അവർ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തന്നപ്പോൾ അതിൽ ഒരാൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു. ബാക്കി രണ്ടുപേരെ സംശയം എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഫോട്ടോ കൃത്യമായില്ല. ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ 100% അവരോട് പറഞ്ഞു. അപ്പൊ അവരൊരു അരമണിക്കൂർ DRI ഓഫീസിൽ ഇരിക്കാൻ പറഞ്ഞു. ഇരുത്തി കഴിഞ്ഞിട്ട് അവർ വന്ന് പറഞ്ഞിട്ട് സോവി പറഞ്ഞ് ഇയാള് ഈ പറഞ്ഞ 12 മണി തൊട്ട് 4:45 വരെ അതേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് അവര് ഒപ്പിട്ട് എന്നെ കൊണ്ട് മേടിപ്പിച്ചു. എന്നിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി തരുകയും ചെയ്തു. ഈ വിവരം നമ്മൾ CBI ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. CBI-ക്കാര് ഈ DRI അതിന്റെ രേഖയും മേടിച്ചു. രേഖ മേടിച്ചിട്ട് DRI പറഞ്ഞ എന്നാന്ന് പറഞ്ഞിട്ടെ, അല്ല CBI-ക്കാര് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ആ സമയത്ത് ഇയാള് ബാംഗ്ലൂരായിരുന്നു. അപ്പൊ DRI പറയുന്നു ഫോൺ ലൊക്കേഷൻ ഇവിടെ ഉണ്ടായിരുന്നു, പള്ളിപ്പുറത്ത് ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടും കേന്ദ്ര ഏജൻസി അല്ലേ. അപ്പൊ അതെങ്ങനെ അങ്ങനെ വന്നേ? അപ്പൊ ഞാൻ CBI-ക്കാരോട് ചോദിച്ചപ്പോൾ അയാൾക്ക് 2 ഫോൺ ഉണ്ടാവുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ 2 ഫോൺ ഉണ്ടെങ്കിൽ ഏത് ഫോണിലുള്ള ആളായിരുന്നു ഇവിടെ അല്ലെങ്കിൽ ബാംഗ്ലൂരുള്ളതെന്ന് ഇവർ കൃത്യമായിട്ട് അന്വേഷിക്കണ്ടേ. ഇപ്പൊ എനിക്ക് 2 ഫോണുണ്ട്. ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാനിപ്പോ പാലക്കാട് നിൽക്കണമെങ്കിൽ മറ്റേ ഫോൺ ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ അപ്പൊ കൊച്ചിയിൽ ആരായിരുന്നു എന്ന് അന്വേഷിക്കണ്ടേ ഉദ്യോഗസ്ഥര്? അത് അന്വേഷിച്ചില്ല. അതൊന്നും അവര് തുടങ്ങി ഇത് ഒരു ആക്സിഡന്റ് ആണ്, അതല്ലാണ്ട് അതിൽ വേറെ ദുരൂഹതയൊന്നുമില്ല, സോവിക്ക് വേറെ എന്തോ ലക്ഷ്യമുണ്ട്, അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു. അപ്പൊ അതും അവരെന്നോട് പറഞ്ഞു സോവിക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യം കാണും ഇതിന്റെ അകത്ത്, അതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ അത് നിങ്ങൾ കണ്ടുപിടിക്കുക, എനിക്ക് എന്താണ് ഇതിന്റെ അകത്ത് ലക്ഷ്യമുള്ളതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അവർ അന്വേഷണ ഏജൻസി അല്ലേ, എനിക്ക് എന്താ ലക്ഷ്യം എന്ന് അവർ കണ്ടെത്തണ്ടേ എങ്ങനെയാണെങ്കിൽ. അപ്പൊ അതും അതിന് ഉത്തരവില്ല അവർക്ക്. അപ്പൊ അവര് വെറുതെ കേസ് അന്വേഷിച്ചിട്ട് പിന്നെ ഏക സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ലേ ഉണ്ടായിപ്പോളൂ, അതുകൊണ്ടാണ്. പിന്നെ അവർ പറഞ്ഞതെന്നാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്നതിന് തെളിവില്ലെന്ന് വെച്ചു, ടവർ ലൊക്കേഷൻ ഉണ്ട്, ഇതെല്ലാം അവർ സമ്മതിക്കണ്ടേ. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് വെച്ചപ്പോ വളരെ വിചിത്രമായ ഒരു ഉത്തരം അവര് പറഞ്ഞത്. സോവി ഈ അറ്റാക്ക് ഒക്കെ നടന്ന് കണ്ടു എന്ന് പറയണ്ടല്ലോ, എന്തുകൊണ്ട് സോവി വീഡിയോ എടുത്തില്ല എന്ന്. അപ്പൊ ഞാൻ തിരിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ഗാനമേള നടക്കണുണ്ട്, സാറ് എന്റെ ഫോട്ടോ എടുക്കുമെന്ന് വെച്ച്. ഞാൻ എടുക്കൂല, എന്റെ ജോലിയല്ല, ഞാൻ ഇത് എന്റെ ജോലിയല്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ലാണ്ട് എന്താ അദ്ദേഹത്തോട് പറഞ്ഞത്? ഇപ്പൊ നിങ്ങളൊരു മീഡിയ പ്രവർത്തകൻ, അപ്പൊ നിങ്ങളിപ്പോ ചിലപ്പോൾ പോകേണ്ട എന്തെങ്കിലും ക്രൈസ് വേണമെങ്കിൽ നിങ്ങൾ എടുക്കുമായിരിക്കും, അത് നിങ്ങളുടെ ടേസ്റ്റ് ആണ്. ഒന്നാമത് ഞാൻ ഈ ന്യൂജൻ സാധനങ്ങളോട് അത്ര എക്സ്പീരിയൻസ് ആയിട്ട് പോകുന്ന ഒരാളും കൂടിയല്ല. അപ്പൊ പിന്നെ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് അവരൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അവര് നമ്മൾ പറയുന്നതിന് മുട്ടായി യുക്തികൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും വഴിയിൽ ഈ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ ഇപ്പോഴും ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നല്ല, അട്ടിമറിച്ചു. അതുകൊണ്ടല്ലേ ഈ പറഞ്ഞ കേസ് താഴെ കോടതി തള്ളുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുനരന്വേഷണത്തിൽ വെച്ചത്. അതിന് പിന്നിൽ ഒരു ലക്ഷ്യം എന്തായിരിക്കാം? അതിന് പിന്നിൽ എന്തെങ്കിലും സ്വർണ്ണക്കടത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കാണും, അല്ലാണ്ട് പിന്നെ വേറെ ഒന്നും ഇതിനകത്ത് വരാനില്ലല്ലോ. അലുവിനോട് അല്ലാണ്ട് പ്രൊഫഷണൽ വൈരാഗ്യം ഒന്നും ആർക്കും വരില്ല. പ്രൊഫഷണൽ വൈരാഗ്യം ഉണ്ടെങ്കിൽ പോലും ഒരു പരിപാടി എങ്ങാനും മാറ്റി പിടിച്ച് കളയാന്നൊക്കെ നോക്കുള്ളൂ, അല്ലാണ്ട് ഒരാളെ കൊല്ലാൻ പാകത്തിനുള്ള വൈരാഗ്യം ഒന്നും പ്രൊഫഷണലിൽ ആർക്കും ഉണ്ടാവില്ല, ഒരു കാലത്തും ഉണ്ടാവാനായിട്ട് പോകണമില്ല. ഇനി അന്ന് പലരുടെയും സാന്നിധ്യം അവിടെ സംശയാസ്പദമായി കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബുള്ളറ്റിൽ ഒരാള് മൂവ് ചെയ്ത് പോകുന്നു, ഒരാള് കയ്യിൽ എന്തോ ഒരു സാധനങ്ങളുമായിട്ട് പൊതിയുമായിട്ട് ഓടി മറയുന്നതായിട്ട് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ കാര്യങ്ങളെല്ലാം CBI-യോട് കൂടി തുറന്നു പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് CBI-യുടെ ഒരു മനോഭാവം എന്തായിരുന്നു അന്ന്? അവര് ആദ്യം പറഞ്ഞ് അന്വേഷിക്കാന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചെന്ന് പറഞ്ഞപ്പോ അവരോട് അങ്ങനെ രണ്ടുപേരും അതിലെ ഓടിപ്പോയില്ല, ബൈക്കിലും പോയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ പറയുമ്പോ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞവരുടെ അടുത്ത് നമ്മൾ എന്ത് സംസാരിക്കും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നമ്മൾ എന്ത് പറഞ്ഞാലും അങ്ങനെ നടന്നിട്ടില്ല എന്ന് അവര് ഈ പ്രവാചകന്മാരൊക്കെ പണ്ട് പറയുമെന്ന് പറഞ്ഞിട്ടോ, മുൻകൂട്ടി പറയുമെന്ന് പറയുന്നുണ്ട് ജോത്സ്യന്മാരൊക്കെ. അതേമാതിരി നമ്മൾ എന്ത് പറയണോ അപ്പൊ തന്നെ അതിന് ഇല്ല എന്നുള്ള ആൻസർ അല്ലെങ്കിൽ അന്വേഷിക്കാമെന്നുള്ളൊരു വാക്ക് പോലും അവരുടെ ഭാഗത്തുനിന്ന് നോക്കട്ടെ, അതിനെക്കുറിച്ചൊന്ന് പഠിക്കട്ടെ എന്നുള്ളൊരു വാക്ക് പോലും അവരുടെ അടുത്തുനിന്ന് നമുക്കുണ്ടായില്ല. അത് വളരെ വിഷമം ഉണ്ടാക്കി നമ്മളെ സംബന്ധിച്ച ആ സമയങ്ങളിലൊക്കെ. ഇപ്പം എന്തായിരുന്നാലും ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലേ, അതൊരു പുനരന്വേഷണം ഇനി വരാൻ പോകുന്ന അന്വേഷണം എത്രത്തോളം ഇതായിട്ട് നടക്കുമെന്ന്, ഈ തെറ്റുകുറ്റങ്ങളില്ലാത്ത ഒരു അന്വേഷണം നടക്കുമെന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ സാഹചര്യം? കാര്യം ഇപ്പൊ പലരും പുറത്ത് തന്നെയാണുള്ളത്. അപ്പം ഈ ഒരു സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അല്ല, അത് ഇവർക്ക് കുറ്റപത്രമാക്കാൻ തന്നെ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോടതി 20ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ 20 ചോദ്യത്തിന് അവർ കൃത്യമായിട്ട് മറുപടി പറയണ്ടേ.
കൃത്യമായിട്ട് മറുപടി പറയണം. അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി വർത്താനം പറഞ്ഞിട്ട് അല്ല, കൃത്യമായിട്ട് മറുപടി പറയണം. ആ പറയുന്ന സമയത്ത് ഇതെല്ലാം പുറത്തേക്ക് വരും. ഇതിപ്പോ ഞാൻ പറയാം, ഈ കേസ് എങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവര് പ്രതികളെ കണ്ടെത്തുന്നില്ലെന്നും മറ്റൊന്നും എനിക്കറിയാൻ പാടില്ല. ഇത്രയൊക്കെ സമയം പോയി. ഇപ്പൊ ഈ മാഷ് പറഞ്ഞ മാതിരി പലരും പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ വാർത്തകളെല്ലാം കേട്ടാ നിൽക്കണേ, അവർക്ക് അത് ചെയ്യാനുള്ളൊക്കെ സാഹചര്യമുണ്ട്. പക്ഷേ CBI പറയൂ ഇങ്ങനെ ഇതൊരു ക്രൈം നടന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രതികളിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവർ റിപ്പോർട്ട് കൊടുക്കുമായിരിക്കും. കേസ് ക്ലോസ് ചെയ്യാനാണ് ഒരു സാഹചര്യം ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. അവർ CBIയുടെ പല കേസുകളും നമ്മളിപ്പോ പരിശോധിച്ച് കഴിയുമ്പോൾ കേരളത്തിൽ അങ്ങനെ പല കേസുകളിൽ അവർ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ക്രൈം നടന്നിട്ടുണ്ട്, പക്ഷെ ഇത്ര വർഷം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികളിൽ എത്താൻ സാധിച്ചില്ല എന്ന്. അപ്പൊ അത് CBIയുടെ ഒരു പരാജയമായിട്ട് തന്നെയല്ലേ വരുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം വിജയിച്ചില്ലേ ആ സമയത്ത്? പ്രതികളെ പിടിക്കാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിടിക്കണമെങ്കിൽ പിടിക്കാൻ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ആരും മരിച്ചൊന്നും പോയിട്ടില്ല. ബാക്കി എല്ലാവരും ഈ പറഞ്ഞ സംശയത്തിന് മേളിൽ നിൽക്കുന്നവരൊക്കെ ഇതിൽ നന്നായിട്ടും ചാനലിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അവര് ചോദിച്ചാൽ അവർ അന്നത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മിക്കവാറും അവർക്ക് ആളിലേക്കും കൂടെ എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മറ്റൊന്ന് കൂടിയിട്ട് ഈ കൃത്യമായി ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ വേണുഗോപാൽ എന്ന് പറഞ്ഞ് ബാലഭാസ്കറിന്റെ ഒരു റിലേറ്റീവ് പലപ്പോഴായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആരൊക്കെയോ പറഞ്ഞു അദ്ദേഹം വയലിനുള്ളിൽ സ്വർണം കടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ പലരും പറഞ്ഞപ്പോൾ അതിനെല്ലാം വെട്ടിമാറ്റിക്കൊണ്ടാണ് പ്രിയ വേണുഗോപാൽ അതിനെതിരെ വന്നത്. അത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അതെന്നാന്ന് പറഞ്ഞാൽ അത് ഈ കേസ് വഴി തിരിച്ചുവിടാനുള്ള ഒരു നീക്കമായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് പക്ഷെ ആ വാർത്ത ഇപ്പൊ കേൾക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയാം, ബാലഭാസ്കർ സ്വർണ്ണക്കടത്തുകാരനാണെന്ന് ഒരു വാർത്തയും ഒരിക്കലും ഒരു ഏജൻസിയും പറയില്ല. കൂടെ ഉണ്ടായിരുന്നവർ ചെയ്തിട്ടുണ്ടാവുക. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങേർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇഷ്ടമാതിരി പൈസ കിട്ടേണ്ട ഒന്നും ചെയ്യിച്ചില്ല. അയാളെ വെച്ചോണ്ട് മറിച്ച ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. അത് ആദ്യം ഈ കേസ് പുനരന്വേഷണം വന്നപ്പോൾ തന്നെ വെക്കുന്നു വന്ന വാർത്തയാണ് ബാലഭാസ്കറും സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ആ ഒരു വാർത്ത പിന്നെ നിന്നില്ല. വെക്കുന്ന എല്ലാവരും ശക്തമായിട്ട് എതിർത്തപ്പോഴത്തേനും പ്രത്യേകിച്ച് ഞാൻ തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ അകത്ത് ബാലഭാസ്കർ സ്വർണ്ണക്കടത്തുകാരെന്നും പറഞ്ഞുകൊണ്ട് ആരും അറിയപ്പെടില്ല. പക്ഷെ കൂടെ ഒന്നൊരു ചെയ്തിട്ടുണ്ടാവും, അതിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ. പിന്നെ ഇതിനകത്ത് മറ്റൊരു സംശയമുള്ളത്, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇപ്പൊ പലരും ഇപ്പൊ ലക്ഷ്മിയെ ഇത് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്, ന്യായീകരിച്ചുകൊണ്ട് പലരും വരുന്നുണ്ട്. ഒരു മെന്റൽ ട്രോമയിലാണ് ആ കുട്ടി ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിലേക്ക് വരുന്നു. പക്ഷെ ഇതുവരെ ആയിട്ടും ഈ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങൾ ഏകദേശം 5 വർഷമായിട്ട് നീണ്ടു നിന്ന ഒരു അന്വേഷണം കഴിയുന്നു, പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നു. അപ്പൊ ഈ സാഹചര്യങ്ങളിലൊന്നും ലക്ഷ്മി എന്ന് പറയുന്ന ബാലുവിന്റെ ഭാര്യ ഇതുവരെ പൊതുരംഗത്തേക്കോ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലുമായി എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില സംശയത്തിന്റെ ഒരു ഇത് ധ്വനിപ്പിക്കൽ നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞില്ലേ പുള്ളിക്കാരത്തി എന്തോ കോമാ സ്റ്റേജിലൊക്കെ അന്നൊക്കെ ആരൊക്കെ പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞവരെ പിടിച്ച് ചോദ്യം ചെയ്യിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അവര് MACT കോടതിയിൽ വന്നതിന്റെ വീഡിയോ പലരും എടുത്തു വെച്ചിട്ടുണ്ട്. പുറത്ത് വിടാത്തത് അവർ കോടതിയിൽ വന്ന രീതിയും പോണ രീതിയൊക്കെ പലരും വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അയച്ചു തന്നായിരുന്നു ഒരാൾ ആ സമയത്ത്, ഒരു പത്രത്തിന്റെ ഒരാൾ. ഞാൻ പറഞ്ഞു ഇതൊന്നും എന്റെ വിഷയമല്ല, എനിക്ക് കാണേണ്ട ആവശ്യങ്ങളില്ല എന്ന് പറയും. പിന്നെ ഞാൻ പറയണത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 വർഷമായിട്ടും പുള്ളിക്കാരത്തേക്ക് പ്രതികരിക്കായിരുന്നു. 2 കാര്യം അവർക്ക് ചെയ്യാറുന്നു. ഒന്ന്, എന്നെ വിളിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യാറുന്നു. ഇത് എന്നെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് നടക്കട്ടെ, എല്ലാവിധ പിന്തുണയെന്ന് പറയാറുന്നു. 2, അവർക്ക് മാധ്യമങ്ങളോട് പറയാറുന്നു കലാപം സോബി പറയുന്നത് മൊത്തം നുണയാണ്, ഞാൻ ആ വണ്ടിയിൽ ഇരുന്നാർന്നാണ്, അയാൾ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അവർക്ക് പറയാറുന്നു. ഈ 2 കാര്യങ്ങൾ അവർക്ക് പറയാറുന്നു. ഒന്നല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയാറുന്നു, അല്ലെങ്കിൽ പത്രക്കാരെ വിളിച്ച് അല്ല എന്ന് പറയാറുന്നു. അപ്പൊ പത്രക്കാരെ വിളിച്ച് അല്ല എന്ന് പറയാൻ എന്താണ് പറയാണ്ടിരുന്നത്? അവിടെ അരുതാത്ത എന്തോ നടന്നിട്ടുണ്ട്, അരുതാത്ത ഞാൻ കണ്ടു എന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞതിന് എന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിക്കണേ. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് പറയാൻ പാടില്ലേ സോബി വെറുതെ പറഞ്ഞാന്ന് പറയാൻ പാടില്ല, ഞാൻ വണ്ടിയിൽ ഉണ്ടായിരുന്നെന്ന് അവർക്ക് പറയാൻ പാടില്ലേ? ആ പോയിന്റ് അവരെന്തുകൊണ്ട് പറയുന്നില്ല? അല്ല, ഇനി അഥവാ അവർക്ക് അങ്ങനെയൊക്കെ ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണേൽ എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ? അവരുടെ ഭർത്താവും കൊച്ചുമല്ലേ മരിച്ചത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ അവർക്ക് ചെയ്യാറുണ്ട്. ആ 2 കാര്യം അവർ ചെയ്യാത്തതിൽ തീർച്ചയായിട്ടും ദുരൂഹത തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദുരൂഹത തന്നെ ഉണ്ട്, ഉറപ്പല്ലേ അതിൻ്റെ അകത്ത്? എന്തുകൊണ്ടായിരിക്കും ലക്ഷ്മി അതിനെ ഒന്നും പ്രതികരിക്കാത്തത്? ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പലരും പറയുന്നുണ്ട് അവർ ഭയങ്കരമായ ട്രോമയിലാണ്, അവർക്ക് അതിൽ നിന്ന് ഇതുവരെ ഈ ഇത്രയും നാളായിട്ട് മുക്തരാവാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പലരും, ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ സംഗീത സംവിധായകന്റെ കുടുംബം ഉൾപ്പെടെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. പല സോഷ്യൽ മീഡിയയിലും അതിനെക്കുറിച്ച് പരാമർശം വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അവരുടെ ഒരു ബൈറ്റ് പോലും ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ടായിരിക്കാം അത് അങ്ങനെ സംഭവം ഉണ്ടാവുന്നത്? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മരിച്ചിട്ട് 5 വർഷം വരെ
ധ്യാനിച്ചിരിക്കണം ഒരാളെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമോ? നിങ്ങൾ പത്രപ്രവർത്തകരല്ലേ, ഒരാളെ കാണിച്ചു തന്നാൽ മതി. പിന്നെ അവർ അൺഫിറ്റ് അല്ല, അവർ ഫിറ്റാണ് ഇപ്പൊ. അതുകൊണ്ടാണ് MACT കോടതിയിൽ വന്ന് അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് പോയത്. അവർ ആ കോടതിയിലേക്ക് വന്നതും പോണതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ആൾക്കാർ. അത് പിന്നെ ഏറെ ഞാൻ ആരും സപ്പോർട്ട് ചെയ്യാത്തതാണ്. എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ വിഷയമല്ല, എനിക്ക് അത് താല്പര്യമുള്ള കാര്യമല്ലാന്ന് ഞാൻ പറയുന്നത്. ആരും ഏറ്റുപിടിക്കാത്തോണ്ടാ അത്. പിന്നെ അന്ന് കേസ് നമ്മൾ തോറ്റു നിൽക്കുക. അപ്പൊ നമ്മൾ പിന്നെ എന്തെന്നാ പറയണത്? അല്ലാണ്ട് 5 വർഷം ഒരു ആള് മരിച്ചതിൽ വിഷമം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അവരെക്കാളും കൂടുതൽ വിഷമം പ്രേക്ഷകർക്കും ഉണ്ട് ഇപ്പോഴും. എന്നാ പിന്നെ അങ്ങനെ 5 വർഷം ഒരാൾ ഓർത്ത് ഇങ്ങനെ ദുഃഖിച്ചിരിക്കണ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ കാണിച്ചു തരാമോ? നമ്മൾ കേരളത്തിൽ ജീവിക്കണല്ലേ, അപ്പൊ നമുക്ക് കേരളത്തിലെ കാര്യം സംസാരിച്ചാൽ കേരളത്തിൽ കാണിച്ചു തരാമോ? പിന്നെ ആൾക്കാർ ഈ പറഞ്ഞവരെന്ത് ഉദ്ദേശം വെച്ചാണ് അവരെ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പറയണതെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല അതിൻ്റെ അകത്തുള്ള. ഓക്കെ, അപ്പൊ ഈ ഒരു വല്ലാത്ത ഒരു ക്രൈം തന്നെ ഇതിനകത്ത് നടന്നു എന്നുള്ള കാര്യത്തിൽ ചേട്ടൻ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഒരു ക്രൈം, 23 മുറിവുകൾ മരണകാരണമായി 23 മുറിവുകളായിരുന്നു ബാലുവിന്റെ ദേഹത്തുണ്ടായിരുന്നത്. അത് ഞാൻ പറഞ്ഞു, ഞാൻ പലപ്പോഴും പറഞ്ഞമാതിരി തന്നെ പിന്നെയും പറയാ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിന്റെ തെളിഞ്ഞിരിക്കും. ഒരു സംശയം വേണ്ട. ഞാൻ ആ സമയത്ത് ഉണ്ടാവുമെന്നും പറ്റി എനിക്ക് ഉറപ്പില്ല കേട്ടോ. കാരണം വെച്ചാൽ ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്ന മാതിരി ത്രെഡ് അല്ല ഇപ്പൊ വന്നെ. ഇപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടാ വന്നത്. പിന്നെ ശേഷം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ത്രെട്ട് എന്തൊക്കെയാണ് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട്? എത്രയോ പ്രാവശ്യം പല സമയത്തും നമ്മൾ നൂലുമേന്ന് രക്ഷപ്പെട്ടു പോയ മാതിരിയൊക്കെ പോയിട്ടുണ്ട്. വണ്ടി ചെയ്തു വന്നിട്ടുണ്ട്, നമ്മുടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കയറിയിട്ടുണ്ട്. ഇതെല്ലാം നടന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ പകല് രണ്ടുപേരും ഒന്ന് ആക്രമിക്കാൻ വന്നു. അവരുടെ വീഡിയോ ഉൾപ്പെടെ ഞാൻ എൻ്റെ ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ആ സമയങ്ങളിൽ. പക്ഷെ അതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ആൾക്കാർ ഇപ്പൊ ഫോട്ടോ വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ടാ പക്ഷെ ആ വന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായില്ല. അപ്പൊ ഓഫീസ് സ്റ്റാഫിന്റെ അടുത്ത് തട്ടിക്കയറി പറഞ്ഞുകൊണ്ട് അത് വീഡിയോ ഉൾപ്പെടെ ഉണ്ട്. അത് ഞങ്ങൾ പെൻഡ്രൈവിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട്. പിന്നെ ഊമക്കത്തുകൾ ഇഷ്ടമാതിരി വന്നുണ്ട്. അതൊക്കെ ഇപ്പൊ നമുക്ക് രസമായിട്ടാ തോന്നണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ 2 കാര്യത്തിന് ഞാൻ ഫോൺ എടുക്കണം. ഒന്ന് വിളിക്കുമ്പോൾ ഒരു ആപ്പറേന്ന് ചോദിക്കണത്, ചേട്ടാ അടുത്ത മാസം 12-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി പ്രോഗ്രാം ഉണ്ടോ, കലാപന്റെ പ്രോഗ്രാം ബുക്കിംഗ് ഒഴിവുണ്ടോ എന്ന് അറിയാനായിട്ട് വിളിക്കണം, പ്രോഗ്രാമിന്റെ എൻക്വയറിക്ക്. രണ്ടാമത്തെ വിളിക്കുമ്പോൾ എന്താണ് എടുക്കുമ്പോൾ ചോദിക്കണമെന്നുള്ളത് എനിക്ക് ഇപ്പൊ മീഡിയയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് പറയണില്ല. ഈ 2 കാര്യം കേൾക്കാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ വിളിച്ചപ്പോഴാണെങ്കിൽ നമ്പർ എൻ്റെ ഫീഡിങ് ഉണ്ടായില്ല. അപ്പൊ രണ്ടാമത്തെ ടൈമിൽ വിളിച്ചപ്പോഴാണ് ശരിക്കും ഫോൺ എടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ആദ്യം വിളിച്ചപ്പോ ട്രൂ കോളറിൽ വന്നത് എന്നാന്നൊന്ന് ശ്രദ്ധിച്ചിട്ടാണ് പിന്നെ വിളിച്ചപ്പോ ആവശ്യക്കാരാണ് പിന്നെ വിളിക്കൂലോ. പിന്നെ നമുക്ക് പരിചയമില്ലാത്ത ചില കോളുകൾ, പുറം കോളുകൾ, UP അല്ലെങ്കിൽ മഹാരാഷ്ട്ര എന്നൊക്കെ പറഞ്ഞു വന്ന കോളുകൾ ഇനി പരിപാടിയുടെ ആണെങ്കിൽ പോലും ഞാൻ എടുക്കാറുള്ളത്. അപ്പൊ അത്രത്തോളം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ത്രെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ആയത്. ഇതിനു മുമ്പ് അത്ര ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. പുനരന്വേഷണത്തിന് ഉത്തരവിട്ടതിന് ശേഷം പുനരന്വേഷണത്തിന് ഉത്തരവ് വന്നതിന് ശേഷം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പോകേണ്ടത്. അപ്പൊ ഏറെക്കുറെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ചേട്ടൻ പറഞ്ഞൊക്കെ എവിടേക്കോ അല്ലെങ്കിൽ പറഞ്ഞല്ല യാഥാർത്ഥ്യമാണെന്നും അന്വേഷണത്തിലൂടെ ഇതിന്റെ പലതിന്റെയും അല്ല, ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം അല്ല. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതെങ്കിൽ അവർ തെളിയിക്കണ്ടേ. ഞാൻ എന്റെ ബ്രെയിൻ മാപ്പിംഗ് ആണ്, അല്ല നർക്കോ അനാലിസിസ് എന്തോ പറഞ്ഞിരുന്നത്. അപ്പൊ അവർ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ നുണപരിശോധനയിലേക്ക് മാറ്റിയത്, ചുരുക്കിയത്. ഞാൻ ബ്രെയിൻ മാപ്പിംഗ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമ കണക്ക് പറയുന്ന പറഞ്ഞത്. അപ്പൊ ഈ ബ്രെയിൻ മാപ്പിങ്ങിനൊന്നും ഒരു മനുഷ്യനെ സമ്മതിക്കില്ല. ഒരാളുടെ മനസ്സിലുള്ള മുഴുവനെ പുറത്തേക്ക് പോകണം. എനിക്കങ്ങനെ ജനങ്ങൾ ഞെട്ടാൻ പാകത്തിനുള്ള രഹസ്യം എന്നുള്ള ആളൊന്നുമല്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ കേട്ടോട്ടെ എന്ന് വെച്ചിട്ട് തന്നെ ഞാൻ ഇനിയിപ്പോ അവര് ബ്രെയിൻ മാപ്പിംഗ് നടത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ലൈവായിട്ട് വരണം എന്ന് പറയുന്നത്. എന്താ ലൈവായിട്ട് പറഞ്ഞതിന് തന്നെ കുഴപ്പം? എനിക്ക് കുഴപ്പമില്ല, പിന്നെ ആർക്കാ കുഴപ്പം? അല്ല, എനിക്ക് കുഴപ്പമില്ലെങ്കിൽ ആർക്കാ കുഴപ്പം? എന്റെ കാര്യങ്ങൾ ജനം കേൾക്കണേൽ എനിക്ക് തടസ്സമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാ കുഴപ്പം? ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ആർക്കെ എതിർക്കാനാ? ജനം കേൾക്കട്ടെ. ഞാൻ പറഞ്ഞത് നുണയാണെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്താ നമ്മള് അബോധാവസ്ഥ കിടന്ന കണ്ട ഇത് പറയണേന്ന് പറഞ്ഞത്. അവരെന്ത് വേണമെങ്കിൽ ചോദിച്ചത് സുതാര്യമായിരിക്കും കാര്യങ്ങൾ. അപ്പൊ അതെ, സുതാര്യമായിരിക്കും. അത് നമ്മൾ പറയണമെന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഉറപ്പായിട്ടും അതിലേക്ക് തന്നെ ഞങ്ങൾ പോകും. നമ്മളെന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട്, കാരണം ഈ 5 വർഷം ഞാൻ സഹിച്ച്, അത് ഏറ്റവും കൂടുതൽ ഈ CBIക്കാര് കേസ് അവസാനിപ്പിച്ചപ്പോൾ ഒരു മനുഷ്യനെ എങ്ങനെ ഹരാസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞപ്പോൾ ഒരു ചാനൽ ഇന്റർവ്യൂവിൽ അന്ന് തന്നെ എൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. വിളിച്ചു കഴിഞ്ഞപ്പോൾ CBIനെ കുറിച്ച് എന്താണെന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ എന്റെ മുമ്പിൽ വന്ന് അവന്റെ സിബ് ആദ്യം അഴിച്ചു നോക്കുക, എന്നിട്ട് അവനോട് സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത്ര ഒരു രോഷത്തോടു കൂടി ഞാൻ പറഞ്ഞു. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സാക്ഷി പറഞ്ഞ ഒരാൾക്കെതിരെ കേസ് കൊടുത്തങ്ങനെ കേട്ടിട്ടുണ്ടോ? എനിക്കറിയാം അവർ കേസ് കൊടുത്താൽ ഇപ്പൊ സ്റ്റേ ആയിപ്പോയി.
ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ അവരെന്തിനാ എന്നെ അപ്പൊ ഈ CBI എന്നോട് ഇങ്ങനെ അമിതമായിട്ടുള്ള ദേഷ്യം കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ അവരാരും ഒതുക്കിയിട്ടില്ല. അല്ലെങ്കിൽ ആ കേസ് അവസാനിച്ച് അവനവന്റെ വഴിക്ക് പോക്കോട്ടെ എന്നുള്ളത് ഓർക്കുള്ളൂ. കോടതിയിൽ അല്ല നമ്മൾ പറഞ്ഞു CBIക്ക് കൊടുത്ത മൊഴി അവിശ്വസനീയമാണെന്നും പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തേക്കണത്. പിന്നെ എന്നാ ചെയ്യണത്? അതെ. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നില്ല മറ്റൊരാളും എനിക്ക് തോന്നുന്നത് ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു. സാധാരണ ആക്ഷൻ കൗൺസിലുകൾ ഉണ്ടാക്കും. ഈ പറയുന്ന പോലെ ബാലഭാസ്കർ ഒരു വയലിനിസ്റ്റും സംഗീത മേഖലയിൽ ഒരാളൂടെ ആയി കഴിയുമ്പോൾ ആ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങണമായിരുന്നു. അല്ലെങ്കിൽ അന്വേഷണത്തിന് സർക്കാരിനെ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ പോലെ ഉണ്ടാക്കണമായിരുന്നു. പക്ഷെ ഇതിനൊന്നും പെടാതെ ഒറ്റയാൾ പോരാട്ടം എന്നുള്ള നിലയിൽ തന്നെയാണ് ഒറ്റയ്ക്കൊരു ആക്ഷൻ കൗൺസിലായി പ്രവർത്തിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നത് സോബി ചേട്ടൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പോയതും. കാരണം പിന്നെ നമ്മളങ്ങനെ ആരും നോക്കിയില്ല, ആരും വന്നൂല കൂടെ. ആരും കൂടെ കൂടിയില്ല എന്ന് തന്നെയല്ല, നിന്ന പുള്ളിയുടെ കലാകാരന്മാരൊക്കെ എന്നെ അങ്ങോട്ട് വലിയ ദുഷ്ടനാക്കി കളഞ്ഞു. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ആ സത്യം അറിയണവർ അവർക്ക് നിൽക്കാറുന്നല്ലോ. ഇപ്പൊ അവരാ പറഞ്ഞതിന് മുഴുവൻ തിരിച്ചടിയായില്ലേ ഈ കോടതിയിൽ നിന്ന് വന്ന മറുപടി? കോടതിയിൽ നിന്ന് വന്നപ്പോ ഈ പുനരന്വേഷണത്തിന് വന്നപ്പോ അവർക്ക് എന്താ ഇപ്പൊ സംസാരിക്കാനുണ്ടായിരുന്നേ? ഇപ്പൊ എന്ത് സംസാരിക്കാനുണ്ട് അവർക്ക്? കോടതിയല്ലേ പറഞ്ഞേക്കണേ? കോടതി പറഞ്ഞ കാര്യമാണല്ലോ, ഞാൻ പറഞ്ഞ കാര്യമല്ലല്ലോ, കോടതി പറഞ്ഞ കാര്യമാണ്. അപ്പൊ അവർക്ക് എന്താണ് സംസാരിക്കാനുള്ളത് ഇപ്പൊ? അതെ, തീർച്ചയായിട്ടും അതെ. എന്തായാലും അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിലൂടെ ബാലുചേട്ടൻ നമ്മള് കാഷ്വലി ബാലുചേട്ടൻ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. കുഴപ്പമില്ല, എല്ലാവരും അതിനെയല്ലേ വിളിക്കുന്നത്. അപ്പം ബാലുചേട്ടന്റെ മരണത്തിന് ഉത്തരവാദികളായവർ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. ചേട്ടൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും ഇതുവരെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു പോരാട്ടങ്ങൾക്കും ഫലം കാണട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ഇത്രയും നേരം എന്നോടൊപ്പം കുറച്ചേരം സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിൽ വളരെയധികം നന്ദിയുണ്ട് ചേട്ടാ. നന്ദി. താങ്ക് യു. ഓക്കെ.